ചോദ്യമില്ലാതെ ബിസിനസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ബിസിനസ് എൻവയൺമെന്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചോദ്യം ഡയമെൻഷൻസ് ഓർ എലമെന്റ്സ് ഓഫ് ബിസിനസ് എൻവയൺമെന്റ് ആണ്. ഉറപ്പിച്ച ഒരു സംശയമില്ല ഈ ചോദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ ഡയമെൻഷൻസ് ഓർ എലമെന്റ്സ് ഓഫ് ബിസിനസ് എൻവയൺമെന്റ് എന്ന് പറയുന്നത് ബിസിനസിന് പുറത്തുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസിന്റെ പ്രവർത്തനത്തെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയമെൻഷൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് ബിസിനസ് എൻവയൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് പി ആണ് നമ്മുടെ ഒരു കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ലെറ്റ്സ് പിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് എൻവയൺമെന്റിന്റെ എലമെന്റ്സ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് പഠിക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ആള് എൽ എന്ന് പറയുന്ന ആൾ എന്താണ്, ലീഗൽ എൻവയൺമെന്റ് ആണ്. ഇ എന്ന് പറഞ്ഞാൽ എക്കണോമിക് എൻവയൺമെന്റ് ആണ്. ടി എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ എൻവയൺമെന്റ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ എൻവയൺമെന്റും പി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ എൻവയൺമെന്റുമാണ്. അപ്പൊ ഇത്രയും എൻവയൺമെന്റ്, ബിസിനസിന് പുറത്തുള്ള ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസിന്റെ ഫങ്ഷനിങ്ങിനെ, അതിന്റെ ഓപ്പറേഷൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാനുള്ളത് ഒന്നാമത്തേത് സാമ്പത്തിക പരിസ്ഥിതിയുണ്ട്, സാമൂഹിക പരിസ്ഥിതിയുണ്ട്, സാങ്കേതിക പരിസ്ഥിതിയുണ്ട്, രാഷ്ട്രീയ പരിസ്ഥിതിയും നിയമപരമായ പരിസ്ഥിതിയുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബിസിനസിന്റെ ഫങ്ഷനിങ്ങിനെ അല്ലെങ്കിൽ ഓപ്പറേഷൻസിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഓരോന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ലെറ്റ്സ് പി ആണ് നമ്മളെ കോഡ്, അത് മറക്കണ്ട കേട്ടോ. ലെറ്റ്സ് പി ആണ് നമ്മുടെ കോഡ്. അപ്പൊ ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ലീഗൽ എൻവയൺമെന്റ് ആണ് അല്ലെ. അപ്പൊ ലീഗൽ എൻവയൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ബിസിനസ് എന്ത് ചെയ്യണം, കുറച്ച് നിയമങ്ങൾ അതുപോലെ റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ എന്തുണ്ടാവും, സിറ്റിസൺസ് റൈറ്റ്, ബിസിനസ് ലോസ്, കൺട്രീസ് ലീഗൽ സിസ്റ്റം, അങ്ങനെ ഇങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബിസിനസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസിന്റെ ഫങ്ഷനിങ്ങിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തേത് എക്കണോമിക് എൻവയൺമെന്റ് ആണ്. എക്കണോമിക് എൻവയൺമെന്റിൽ എന്തൊക്കെയാ ഇൻക്ലൂഡ് ചെയ്ത് നോക്കിയേ, കൺട്രിയുടെ എക്കണോമിക് സിസ്റ്റം, രാജ്യത്തിന്റെ എക്കണോമിക് സിസ്റ്റം എങ്ങനെയാണ്, മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണ്, ഗവൺമെന്റ് പോളിസീസ് എന്തൊക്കെയാണ്, ആൻഡ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് തുടങ്ങിയവയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് എക്കണോമിക് എൻവയൺമെന്റ് ഉള്ളത്. അപ്പൊ ഈ ഒരു എക്കണോമിക് എൻവയൺമെന്റും നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനത്തെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ടെക്നോളജിക്കൽ എൻവയൺമെന്റ് ആണുള്ളത്. ഇപ്പൊ നമുക്ക് കാണാല്ലേ, പുതിയ ടെക്നോളജീസ് വരുമ്പോൾ അതും ആരെ അഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് അഡ്വാൻസ്മെന്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഓൾസോ ഹൗ ഫാസ്റ്റ് ടെക്നോളജി ഈസ് ചേഞ്ചിങ് അഫക്റ്റിംഗ് ബിസിനസ് പ്രാക്ടീസ്. ഓക്കെ, പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസസും അതേപോലെ തന്നെ ടെക്നോളജിയിലുള്ള മാറ്റങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ലെറ്റ്സ് പിയുടെ എസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ എൻവയൺമെന്റ് ആണ്. ഇതിൽ സോഷ്യൽ ഫാക്ടേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഡെമോഗ്രാഫിക്സ് ആവട്ടെ, ഓരോരുത്തരുടെയും കസ്റ്റംസ്, കൾച്ചർ, ഫാമിലി വാല്യൂസ്, ടേസ്റ്റ്, എഡ്യൂക്കേഷൻ ലെവൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസിന്റെ ഓപ്പറേഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റത്തെ ആൾ നമ്മുടെ ലെറ്റ്സ് പിയുടെ അവസാനത്തെ പി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ എൻവയൺമെന്റ് ആണ്. ഇതെന്താ ഇൻക്ലൂഡ് ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണ്, നമ്മുടെ ഗവൺമെന്റ് സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, ഫോറിൻ പോളിസീസ് എന്താണ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്പനിയുടെ, ഒരു ബിസിനസിന്റെ റണ്ണിങ്ങിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും 5 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഡയമെൻഷൻസിൽ അല്ലെങ്കിൽ എലമെന്റ്സ് ഓർത്ത് വെക്കാനുള്ളത്. ഒന്നാമത്തേത് സാമ്പത്തിക പരിസ്ഥിതി, സാമൂഹിക പരിസ്ഥിതി, സാങ്കേതിക പരിസ്ഥിതി, രാഷ്ട്രീയ പരിസ്ഥിതി, നിയമ പരിസ്ഥിതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോ, നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു ക്വസ്റ്റിന് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ കോഡ് മറക്കണ്ട, ലെറ്റ്സ് പി എന്നാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എല്ലാവരും ലെറ്റ്സ് പി എന്നുള്ള കോഡ് വലിയ ബോൾഡ് ലെറ്റേഴ്സിൽ തന്നെ എഴുതുക. ഇതുപോലെ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ വരുന്നതാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോസും മിസ് ആവരുത്, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇനിയുള്ള ഡേയ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും all the very best for your exams.